Hello and welcome to Language Monk and his Random Thoughts. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷുഡ് ഹാവ്, കുഡ് ഹാവ് എന്നുള്ള രണ്ട് ഫ്രേസസ് ആണ് പഠിച്ചത്. അപ്പം അതിനു മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, കണ്ടിന്യൂസ് പാസ്റ്റ് ടെൻസ്, അതേമാതിരി പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, കണ്ടിന്യൂസ് പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, കണ്ടിന്യൂസ് ഫ്യൂച്ചർ ടെൻസ്. ഈ 6 വിധത്തിലുള്ള സെൻറ്റൻസസ് സിമ്പിളായിട്ടുള്ളത്, ഒരു പ്രവൃത്തി ചെയ്യുക മാത്രം, അങ്ങനെ ഹീ ഈസ് ഡൂയിങ് സംതിങ്, ഐ എം ഡൂയിങ് സംതിങ്, വി ആർ ഡൂയിങ് സംതിങ്, അങ്ങനെ പേഴ്സണൽ പ്രൊനൗൺസ് വെച്ചിട്ട് ഐ, യു, ഹി, ഷീ, വി, ദേ, ഇതിലെല്ലാം എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളത് ആദ്യം പഠിച്ചു. അതിൽ ടെൻസ്, പാസ്റ്റ് ടെൻസ്, നമ്മൾ ക്രോണോളജിക്കലായി പോവുകയാണെങ്കിൽ ആദ്യം നടക്കുന്നത് പണ്ട് നടന്നതാണല്ലോ. അപ്പോൾ പാസ്റ്റ് ടെൻസ്, പിന്നെ പ്രസൻറ്റ് ടെൻസ്, പിന്നെ ഫ്യൂച്ചർ ടെൻസ്. ഈ 3 വെച്ചിട്ടാണ് ഈ 6 ടെൻസും പ്രയോഗിക്കുക എന്നുള്ളത് പഠിച്ചു. പിന്നെ ഷുഡ് ഹാവ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതായിരുന്നു, പഠിക്കേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു, അങ്ങനെ വേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ്. അതിനുശേഷം വെർബ് വരും. അതെനിക്ക് ചെയ്യാമായിരുന്നു, അത് കുടിക്കാമായിരുന്നു, നീന്താമായിരുന്നു, അതായത് എനിക്കതിലുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ള പറയുമ്പോൾ കുഡ് ഹാവ് എന്ന് വരും. അതിനും കുഡ് ഹാവ് കഴിഞ്ഞാൽ വെർബ് വരും. അപ്പോൾ അതിൽ നമ്മൾ യു ഷുഡ് ഹാവ് സ്റ്റഡീഡ്, യു ഷുഡ് ഹാവ് ട്രാവൽഡ്, ഇങ്ങനെ ഉള്ളതിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ പാസ്റ്റ് ടെൻസ് തന്നെ ഷുഡ് ഹാവും കുഡ് ഹാവും കഴിഞ്ഞാൽ പ്രയോഗിക്കുന്ന മാതിരിയാണ് തോന്നുന്നതെങ്കിലും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അത് പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ വെർബിൽ ചില വെർബുകൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരേ വാക്കായിരിക്കും. അതാണ് സ്റ്റഡീഡ്, ട്രാവൽഡ്, ടോൾഡ്. ഇങ്ങനെ പല വാക്കുകളിലും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നാണ്. അപ്പോൾ ഷുഡ് ഹാവിലും കുഡ് ഹാവിലും ഒക്കെ വരുന്നത് പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. പക്ഷെ പല വാക്കുകളിലും പല വെർബിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാറും. ഫോർ എക്സാമ്പിൾ ഗേവ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ്, ഗിവ് എന്നുള്ള വാക്കിന് ഗേവ് ആണ് പാസ്റ്റ് ടെൻസ്, പക്ഷേ ഗിവൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ യു ഷുഡ് ഹാവ് ഗിവൺ ഹിം മണി, പൈസ കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് ഗിവൺ, അല്ലാണ്ട് യു ഷുഡ് ഹാവ് ഗേവ് ഹിം ദ മണി എന്നല്ല, യു ഷുഡ് ഹാവ് ഗിവൺ. അവിടെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഗിവ് എന്നുള്ളതിൽ ഗേവ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഗിവൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പോൾ ടേക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ടുക്ക് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ ആണ്. അപ്പോൾ അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. ചുരുക്കം ചില വാക്കുകളിൽ പാസ്റ്റ് ടെൻസിന് പകരം പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ കം എന്നുള്ളത് പാസ്റ്റ് ടെൻസ് കെയിം ആണ്. യു കെയിം യെസ്റ്റർഡേ എന്നാണ് പറയുക, ഇന്നലെ വന്നു. അപ്പോൾ അത് വരേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് കം, കെയിം അല്ല. അപ്പോൾ അവിടെ കം എന്നുള്ളത് പ്രസൻറ്റ് ടെൻസും അത് തന്നെയാണ്. സോ കമ്മിൽ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നാണ്, യു ഷുഡ് ഹാവ് കം ടുഡേ. അതേമാതിരി റൺ, അതിലും പാസ്റ്റ് ടെൻസ് അല്ല, പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നാണ്, യു ഷുഡ് ഹാവ് റൺ, യു ഷുഡ് ഹാവ് റാൻ എന്നല്ല, യു ഷുഡ് ഹാവ് റൺ. അപ്പം അങ്ങനെ ചുരുക്കം. അപ്പം എനിക്ക് ഓർമ്മ വരുന്നത് കമ്മും റണ്ണുമാണ്. വേറെ വാക്കുകൾ ഉണ്ടായിരിക്കാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ചിലതിൽ മാത്രം പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നാണ്. കുറേ വേർബ്സിൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നാണ്. വേറെ കുറേ വേർബ്സിൽ പാസ്റ്റ് ടെൻസ് വേറെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേറെയാണ്. ഷുഡ് ഹാവിലും കുഡ് ഹാവിലും വരേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറേ വേർബ്സ് അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇട്ട് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷുഡ് ഹാവും കുഡ് ഹാവും മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചെയ്യേണ്ടതായിരുന്നു, പറയേണ്ടതായിരുന്നു, കുടിക്കേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, ചിലവാക്കേണ്ടതായിരുന്നു, ഇങ്ങനെ എല്ലാറ്റിലും വരുമ്പോൾ ഷുഡ് ഹാവ് ആണ് വരിക. ഷുഡ് ഹാവ് കഴിഞ്ഞാൽ വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഷുഡ് ഹാവും കുഡ് ഹാവും കഴിഞ്ഞാൽ വേറെ എന്താ പേര് വരിക? ഇപ്പോൾ ഇത് രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്. ചെയ്യേണ്ടതായിരുന്നു, ചെയ്തു കഴിഞ്ഞു, അത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു,
അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നതായിരുന്നു, ഞാൻ ചെയ്തില്ല, അത് എനിക്ക് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ വേറെ എന്താണ് അതിൽ ചെയ്യേണ്ടത്? വേറെ എന്താ വരിക? പാസ്റ്റ് ടെൻസിൽ എന്താ വേറെ വരിക? could have, should have. Next one is I would have. I would have done it. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ചെയ്യുമായിരുന്നു. I would have അവിടെയും പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വരിക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു വേർബ് എടുക്കാം. ഡു എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ ആണ്. അപ്പോൾ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. എനിക്കത് ചെയ്യാമായിരുന്നു. ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ്. അത് ഞാൻ ചെയ്യുമായിരുന്നു. ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഓക്കെ, സോ ഐ ഷുഡ് ഹാവ് പറഞ്ഞു, ഐ കുഡ് ഹാവ് പറഞ്ഞു, നൗ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഞാനത് ചെയ്യുമായിരുന്നു. ഐ വുഡ് ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിക്കുമായിരുന്നു. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിക്കേണ്ടതായിരുന്നു. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ്. എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. ഐ വുഡ് ഹാവ് സ്റ്റഡീഡ്. ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് വുഡ് ഹാവ് ആണ്, ദറ്റ് മോഡൽ വേർബ്. ആൻഡ് ഞാനത് പറഞ്ഞു തന്നു. ഇനി ഞാൻ കുറച്ച് വേർബ്സ് തരാം, 2-3 സാമ്പിളും ഞാൻ ഇട്ട് തരാം. അത് നോക്കിയിട്ട് യു ഷുഡ് ഓൺ യുവർ ഓൺ ട്രൈ ചെയ്യണം ടു ക്രിയേറ്റ് യുവർ ഓൺ സെൻറ്റൻസസ്. സോ just go through those words and sentences, sample sentences, learn it, നല്ലവണ്ണം മനസ്സിലാക്കൂ, എന്നിട്ട് നിങ്ങൾ പഠിക്കൂ. റൈറ്റ്? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആദ്യത്തത്, ഞാൻ വീട്ടിൽ പോകുമായിരുന്നു. അതിന് ഐ വുഡ് ഹാവ് ഗോൺ ഹോം. അതിൽ ഗോ എന്നുള്ളതാണ് റൂട്ട് വേർഡ്. ഗോയിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. സോ ഐ വുഡ് ഹാവ് ഗോൺ ഹോം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലെടുക്കാം. കാരണം ഇതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല, ഗ്രാമർ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ അത് പോകുമായിരുന്നു എന്നുള്ള 2 വിധത്തിലെടുക്കാം. ഒന്നെന്താണ്, എന്നോടത് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. പിന്നെ വേറൊരു വിധത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പകാലത്ത് അവിടെ എപ്പോഴും പോകുമായിരുന്നു. അങ്ങനെ രണ്ടിലും ഈ പോകുമായിരുന്നു എന്ന് വരും. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എന്തിനാണ്? എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. അതിനാണ് ഈ വുഡ് ഹാവ് ഗോൺ എന്നുള്ളത്. നേരെ മറിച്ചിട്ട് ഞാൻ ചെറുപ്പകാലത്ത് അവിടെ പോകുമായിരുന്നു എന്നുള്ള യൂസേജ് ആണെങ്കിൽ അതിൽ യൂസ്ഡ് ടു ഗോ. യൂസ്ഡ് അവിടെ പാസ്റ്റ് ടെൻസ് യൂസിലാണ് വരിക. യൂസ്ഡ് ടു ഗോ, ബെയർ, അത് ബെയർ വേർബാണ്, ഇൻഫിനിറ്റീവ് വേർബ്. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇത് മുഴുവൻ ഇപ്പോൾ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ ചെറുപ്പകാലത്തോ അന്ന് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെയ്യുമായിരുന്നു എന്ന് വരുന്നതിലാണ് ഇത്. ഒരു ഹാബിറ്റായിട്ട് പണ്ട് കാലത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് വരുമ്പോൾ അത് യൂസ് ടു ആൻഡ് ബെയർ വേർബായി മാറും. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ ഐ വുഡ് ഹാവ് ഗോൺ ഹോം എന്നുള്ളത് ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ വീട്ടിൽ പോകുമായിരുന്നു, അങ്ങനെ വല്ല അർത്ഥത്തിൽ. അതുമാതിരി അവൻ വരുമായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ അവൻ വരുമായിരുന്നു. ഹി വുഡ് ഹാവ് കം ഹോം ഹാഡ് ഹി നോൺ ഐ വാസ് ഹിയർ. അവിടെ കം, കെയിം, കം. അവൾ ടോണിക് കുടിക്കുമായിരുന്നു. ഷീ വുഡ് ഹാവ് ഡ്രങ്ക് ദ ടോണിക്. അവിടെ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്കും അവിടെയും പ്രത്യേകമാണ്. ഡ്രാങ്ക് പാസ്റ്റ് ടെൻസ്, ഡ്രങ്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടോണിക് കുടിക്കുമായിരുന്നു, അതായത് ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ടോണിക് കുടിക്കുമായിരുന്നു. വേറൊരു വിധത്തിൽ എങ്ങനെയാണ്? ചെറുപ്പകാലത്ത് അവൾ ടോണിക് കുടിക്കുമായിരുന്നു. അവിടെ ഷീ യൂസ് ടു ടേക്ക് ടോണിക് എന്നാവും. ഓർ ഷീ യൂസ് ടു ഡ്രിങ്ക് ടോണിക്. മനസ്സിലായോ? അതുമാതിരി അവൾ എടുക്കുമായിരുന്നു. ഷീ വുഡ് ഹാവ് ടേക്കൺ. അവിടെ ടേക്ക്, ടുക്ക്, ടേക്കൺ. അവർ വരുമായിരുന്നു. ദേ വുഡ് ഹാവ് കം. കം, കെയിം, കം. ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു. വി വുഡ് ഹാവ് ബ്രോട്ട്. അതെങ്ങനെയാണ് എക്സാമ്പിൾ? നിങ്ങൾ ഇവിടെ ഉണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മകളെ കൊണ്ടുവരുമായിരുന്നു. ഇഫ് യു ഹാഡ് നോൺ യു ആർ ഹിയർ വി വുഡ് ഹാവ് ബ്രോട്ട് അവർ ഡോട്ടർ. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. അവിടെ പാസ്റ്റ് ടെൻസ് തന്നെയാണ് മറ്റേതും പാസ്റ്റ് പാർട്ടിസിപ്പിളും. അടുത്തെന്താണ്? ഞാൻ കഴിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് ഈറ്റൻ. അവിടെ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈറ്റൺ എന്താണ്? കബേർഡിൽ
ചോറുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഴിക്കുമായിരുന്നു. വേറൊരു വിധത്തിൽ എന്താണ്, ചെറുപ്പകാലത്ത് ഞാൻ എന്നും ചോറ് മാത്രം കഴിക്കുമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഐ യൂസ് ടു എന്ന് വരും. ഇവിടെ ഐ വുഡ് ഹാവ് ഈറ്റൻ. ഞാൻ പഠിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് സ്റ്റഡീഡ്. നല്ല മാർക്ക് കിട്ടാൻ ഞാൻ പഠിക്കുമായിരുന്നു. ഐ യൂസ് ടു സ്റ്റഡി വെൽ ടു ഗെറ്റ് ഗുഡ് മാർക്സ്. പണ്ട് ചെറുപ്പത്തിൽ. ഇപ്പോഴാണെങ്കിലോ, പുസ്തകം വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിക്കുമായിരുന്നു. ഹാഡ് ഐ നോൺ ദാറ്റ് ദ ബുക്ക് വാസ് അറ്റ് ഹോം ഐ വുഡ് ഹാവ് സ്റ്റഡീഡ്. ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. വി വുഡ് ഹാവ് ട്രാവൽഡ്. വി വുഡ് ഹാവ് ട്രാവൽഡ്. അതെങ്ങനെയാണ്? ബസ് ഉണ്ട്, ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് ബസ് നേരിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. വി വുഡ് ഹാവ് ട്രാവൽഡ് ടു ശബരിമല ഹാഡ് വി നോൺ ദാറ്റ് ദ ബസ് ടു ഡയറക്റ്റ് ശബരിമല വാസ് അവൈലബിൾ. വേറൊരു വിധത്തിൽ എന്താണ്? ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. ചെറുപ്പകാലത്ത് എന്നും ഞങ്ങൾ വെക്കേഷനിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. അവിടെ വി യൂസ് ടു ട്രാവൽ നാവും. പിന്നെ അവർ പറയുമായിരുന്നു. ദേ വുഡ് ഹാവ് സെഡ്. അവർ പറയുമായിരുന്നു. എല്ലാം നെക്സ്റ്റ് വൺ ഈസ് ഹി വുഡ് ഹാവ്. പറയുമായിരുന്നു, ദേ വുഡ് ഹാവ് സെഡ് എന്നുള്ളത് ഒന്ന്. പിന്നെ വേറൊന്ന്, അവർ സംസാരിക്കുമായിരുന്നു. ഹി വുഡ് ഹാവ് സ്പോക്കൺ. പിന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗിവൺ. സോ ഐ ഹാവ് ഗിവൺ യു സം സാമ്പിൾ സെൻറ്റൻസസ്. അതിൻ്റെയൊക്കെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഈ മൂന്നെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചിലതിൽ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവുന്നു, ചിലതിൽ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആവുന്നു, കുറേ എണ്ണത്തിൽ ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു വാക്കാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളായിട്ട്. ഞാൻ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, യൂസ് ടു എന്നുള്ള അർത്ഥത്തിലും ഇത് വരും. കാരണം മലയാളത്തിൽ പഠിക്കുമായിരുന്നു എന്നുള്ളത് രണ്ട് വിധത്തിൽ പറയാം. ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്നതാണ് ഈ യൂസ് ടു എന്നുള്ളത്. മറ്റേത് ഇങ്ങനെയൊരു സംഭവം ആയിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഐ വുഡ് ഹാവ്. ഹോപ്പ് തിങ്സ് ആർ വെരി ക്ലിയർ. അപ്പോൾ വുഡ് ഹാവ് എന്നുള്ളതിൻ്റെയും ഉപയോഗം പഠിച്ചു. അപ്പോൾ ഷുഡ് ഹാവ് പഠിച്ചു, കുഡ് ഹാവ് പഠിച്ചു, വുഡ് ഹാവും പഠിച്ചു. വളരെ സിമ്പിൾ അല്ലേ ഇംഗ്ലീഷ്? ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റും ഇങ്ങനെയാണ്. ഇതിലിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ മൂന്ന് പ്രയോഗങ്ങളും ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് നിങ്ങൾ കഴിയുന്ന വേഗം പ്രാക്ടീസിൽ കൊണ്ടുവരാൻ നോക്കൂ. ദൈനംദിന ഉപയോഗത്തിൽ അത് ഈ ഫ്രേസസിനെ കൊണ്ടുവരിക. ഓൾവേസ് റിമെമ്പർ, ഫ്രേസ് അതായത് മോഡൽ വേർബ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഈ മൂന്നെണ്ണത്തിനും പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വരിക. സിമ്പിൾ ഇൻഫിനിറ്റ് വേർബ് ഉണ്ടല്ലോ, വേർ ഫോം, അതുമല്ല പാസ്റ്റ് ടെൻസും അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. പല വാക്കുകൾക്കും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. ചില ദുർലഭം വാക്കുകൾക്ക് പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. പക്ഷെ കുറേ വാക്കുകൾക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് ടെൻസും വ്യത്യാസമുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെപ്പറേറ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞു ടുക്ക് എന്നുള്ളത് ടേക്കൺ ആണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് എയ്റ്റ് എന്നുള്ളത് ഈറ്റൺ ആണ്. ഡ്രിങ്ക് എന്നുള്ളതിന് ഡ്രങ്ക് ആണ്. സ്വിം എന്നുള്ളതിന് സ്വം ആണ്. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വേർഡ്സും. അതിൽ കുറച്ച് സാമ്പിൾസ് സെൻറ്റൻസും ഉണ്ട്. പ്ലീസ് go through that. Try to imbibe the idea. Learn thoroughly. Use it frequently. Keep talking in English with your friends or with yourself. That's it. Till next time, wear your mask. Wash your hands frequently with soap. Keep a safe social distance of 2 meters. Stay healthy, stay fit, and keep smiling all the time.